നിങ്ങൾ ടയേർഡാണോ, ടെൻഷനിലാണോ എങ്കിൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. ആ ഇൻവിറ്റേഷൻ തന്ന ആളുടെ പേരാണ് ക്രിസ്തു. ഇന്ന് യേശു നമുക്ക് വേണ്ടി പറയുന്ന വാക്കതാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര മനോഹരമായിട്ടാണ് യേശു നമ്മുടെ ഇൻവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് ഡിപ്രഷനാണ്, ഒത്തിരി പേര് മെൻ്റലി സ്റ്റേബിൾ അല്ല. ആത്മഹത്യയുടെ നിരക്ക് ഇപ്പോൾ കൂടിക്കൊണ്ടേ വരികയാണ്. 6 മിനിറ്റിൽ ഒരാൾ ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. സൂയിസൈഡ് ടെൻഡൻസി കൂടി വരുന്നു, ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു, കുറച്ചും കൂടി മനുഷ്യർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എല്ലാവരും അവരവരിൽ തന്നെ ചുരുങ്ങുകയും അവരിൽ തന്നെ ഇല്ലാതാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഇൻവിറ്റേഷൻ വളരെ റെലവൻ്റാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, നിങ്ങളെന്താ ടെൻഷൻ അടിക്കണേ? യേശു ഇത് പറയുമ്പോൾ യേശുവിന് മുമ്പിലിരുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ വല്ലാണ്ട് ഭാരങ്ങളാൽ തകർന്നു പോയവർ, നിയമങ്ങളാൽ ഭാരപ്പെട്ടവർ, ജീവിതത്തിൻ്റെ വ്യഗ്രത കൊണ്ട് ഭാരപ്പെട്ടവർ, സങ്കടങ്ങൾ കൊണ്ട് ഭാരപ്പെട്ടവർ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഭാരപ്പെട്ടവർ, രോഗങ്ങളാൽ ഭാരപ്പെട്ടവർ, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരുടെ യേശു പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വാ, കം ആൻഡ് സിറ്റ് വിത്ത് മീ. ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു? ഇത് ഗോസ്പൽ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. നിങ്ങൾ തന്നെ ചോദ്യമുണ്ട്, അതിൽ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ചില മനുഷ്യരോടൊക്കെ നമ്മൾ സങ്കടം പറഞ്ഞ് എന്നെങ്കിലും അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇനി കിട്ടിയ ഉത്തരങ്ങൾ നമുക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടോ? മനുഷ്യരോട് പറഞ്ഞ് ഉത്തരം കിട്ടാത്ത ചില ആശ്വാസങ്ങൾക്കിടയിൽ ഇനി നമ്മൾ കണ്ടെത്തേണ്ട ആ ഉത്തരത്തിൻ്റെ പേരാണ് ക്രിസ്തു. അവനോട് പോയി കുറച്ച് സമയം ശാന്തമായിരുന്നാൽ ഒരു കലങ്ങിയ വെള്ളം അത് തെളിഞ്ഞ് നല്ല വെള്ളമാകുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതം കലങ്ങിയ ജീവിതമാണെങ്കിൽ അത് വളരെ ശാന്തതയോടെ നന്മയായിത്തീരും. കുറച്ചും കൂടി അവൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് അകന്ന് നിൽക്കുന്നു? കർത്താവിൻ്റെ ഇൻവിറ്റേഷൻ ഇതാണ്. നിങ്ങൾ ടെൻഷനാണോ? നിങ്ങൾ വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? എൻ്റെ അടുത്തേക്ക് വാ. ആ വാക്കിൽ തിരിച്ചു പോകാൻ എന്തുകൊണ്ട് നമ്മൾ മടിക്കുന്നു? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.